16 to 17 days he's completely going for shoot. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ ഇവരെ കുറിച്ച് പറയുന്നൊരു കാര്യം, കല്യാണത്തിന്റെ അന്ന് കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ കുറെ വെട്ടുക്കിളികൾ കൂട്ടമായി വന്ന് എല്ലാവരും തെറി വിളിച്ചിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ കരുതിയിരുന്നു ഇതത്ര നീണ്ടുപോകില്ല. സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ തോന്നാത്തത് എന്നൊന്നും എനിക്കത് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം ഐ റിയലൈസ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു സീരിയൽ ആക്ട്രസിൻ്റെ ഒരു വല്ലാത്തൊരു വിഷയമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഇതിലെന്താണ് ഇത്ര ക്യൂരിയോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സാമൂഹികമായിട്ട് നമ്മുടെ ചില ആൾക്കാരുടെ ചില മനോഭാവം, മൈൻഡ് സെറ്റ്, ഓക്കെ, എല്ലാവർക്കും എല്ലാത്തിനോടും ഒരു ഒരു പ്രീ ജഡ്ജ്മെൻ്റൽ പരിപാടിയുണ്ട്. ഇവരിങ്ങനെ ആവും, ഇങ്ങനെ ആവണം, നാളെ അല്ലെങ്കിൽ ഇങ്ങനെ ആവും എന്നൊക്കെ ഉള്ള രീതിയിൽ ജഡ്ജ്മെൻ്റൽ മൈൻഡ് സെറ്റ് ഉണ്ട്. അതിനകത്ത് വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ബെറ്റർ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്ന എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷേ നമുക്ക് പാടാൻ ഇനി പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ പാട്ട് നിർത്തുന്നതും ബെറ്ററാണ്. ഇനി എന്താണ് കാര്യം എന്നുള്ള കാര്യം വഴിയേ നോക്കാം. ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാതെ. കാരണം ഈ സീരിയൽ ആക്ട്രസ്സാണ്. ഈ പുള്ളിക്കാരത്തിയെ ഞാൻ ആകെ ഒരിക്കൽ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെ വളപ്പിൽ പണ്ട് പോയി ചുമ്മാ ഇരിക്കുന്ന സ്വഭാവമുണ്ട്. അവിടെ ഒരു പ്രാവശ്യം ഇവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു അപ്പോഴെന്തോ സീരിയലൊക്കെ ജസ്റ്റ് അപ്പിയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഇപ്പോൾ അവർ വളരെ പ്രശസ്തയായ ഒരു സീരിയൽ ആക്ട്രസ്സായി. അതിനുശേഷം ഒരു 3 വർഷത്തിന് മുമ്പ് അവർ വിവാഹിതയായി. അവർ വളരെയധികം നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ന്യൂസ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരക്കിയപ്പോൾ മനസ്സിലായി. ഇവരുടെ പേര് ഗൗരി കൃഷ്ണൻ എന്നാണ്. മലയാളം സീരിയലുകൾ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ടെങ്കിൽ ഇവർ അഭിനയിച്ചിട്ടുള്ള സീരിയലുകൾ ഏതാണെന്നും ഇവരെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ ഈ ഒരു തീരുമാനത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായ രീതിയിൽ, കാരണം ചില കണ്ണു തുറക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രചോദനമാവുന്ന ഇവരെ തെറി പറയുന്ന കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ വരാം. അപ്പം ഇവർ ഏതാണ്ട് 8 മണിക്കൂർ മുമ്പ് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റിങ്ങിനാണ് ഡിയർ മീഡിയ. അപ്പോൾ ഈ സാധനം വന്നു. അപ്പം ഞാനിത് അയച്ചു കിട്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. ഡിയർ മീഡിയ, കൈൻഡ്ലി ബി കൺസിഡർ വിത്ത് യുവർ വേർഡ്സ് ആൻഡ് ക്യാപ്ഷൻസ്. അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപ്ഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മീഡിയാസ് എന്ന് പറയുന്നു. പ്ലീസ് റെസ്പെക്റ്റ് അവർ പ്രൈവസി. പ്ലീസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വകാര്യതയെ നിങ്ങൾ ഒന്ന് മാനിക്കണം എന്നുള്ള കാര്യം. അവർ ദയവായി നിങ്ങൾ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം. അപ്പോൾ അവരും അവരുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടുള്ള വിഷയമാണ്. ഇതിപ്പം ഞാനിപ്പോൾ യൂട്യൂബിനകത്തൊക്കെ എടുത്ത് നോക്കിയപ്പോഴേക്കും ഇവരുടെ ഡിവോഴ്സ് ആയി എന്നുള്ളൊരു കാര്യത്തിനെ, ഡിവോഴ്സ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ കുറേ പോസ്റ്റുകൾ ഉറപ്പുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് 1 വർഷത്തിന് മുമ്പ് അവർ പ്രതികരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. സോ അതൊക്കെ ആവാം. മേ ബി വി ഹാവ് ഡിസൈഡഡ് ടു ലീവ് സെപ്പറേറ്റ്ലി. അവർ സെപ്പറേറ്റായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. ആസ് അവർ പ്രയോറിറ്റീസ് ഇൻ ലൈഫ് ആർ ഡിഫറെൻറ്റ്. അതായത് നമ്മുടെ ജീവിതം, നമ്മുടെ പ്രയോറിറ്റീസ് അത് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, നിങ്ങൾ തീരുമാനിച്ച് സെപ്പറേറ്റ് ആവാം തീരുമാനിച്ചു. വളരെ മികച്ചൊരു തീരുമാനമല്ലേ? അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ഒരുമിച്ച് ഒരു തോണി തന്നെ യാത്ര ചെയ്ത് പറ്റുള്ളൂ എന്നുള്ള കാര്യം എന്താ തീരുമാനം? നമ്മൾ ടൈറ്റാനിക് എന്നുള്ളൊരു മഹാ സിനിമ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. കൾട്ട് ക്ലാസിക്, എപ്പോഴും എവർഗ്രീൻ മൂവി അല്ലേ? അതിനകത്തുള്ള ലാസ്റ്റുള്ള ജാക്ക് എന്നുള്ളൊരു വ്യക്തിക്കും കൂടെ എനിക്കും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇരുന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ റോസും കാണത്തില്ല, ജാക്കും കാണത്തില്ല, രണ്ടും മുങ്ങിച്ചത്തേനെ അല്ലേ? ചത്തെന്നുള്ള ഒരു പ്രയോഗം അത്ര ശരിയല്ല. എങ്കിലും ഇവിടുത്തെ സംഭവം എന്താ, അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് തുഴഞ്ഞു പോകാൻ പറ്റത്തില്ല എന്ന് തോന്നിയപ്പോൾ ബെറ്റർ ടു ലീവ്. പക്ഷേ അത് ഏറ്റവും മാതൃകാപരമായ കാര്യം. അവരെന്നിട്ടും അവരെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഹവർ വി കണ്ടിന്യൂ ടു ഷെയർ ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ നമ്മുടെ സൗഹൃദം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. നല്ല കാര്യമല്ലേ? സിനിമാ സംവിധായകനായിട്ടുള്ള പ്രിയദർശനും ലിസിയും തമ്മിൽ വളരെ കാലത്തെ പ്രണയത്തിന് ശേഷം അവർ ഒരുമിക്കുന്നു. അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം അവർ കല്യാണി എന്നുള്ള മകളൊക്കെ ഉണ്ടായി വളർന്ന് മെച്യൂരിറ്റി എത്തിയതിനു ശേഷം അവർ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ ഒരുമിച്ച് നമുക്കിനി പറ്റത്തില്ല എന്ന് തോന്നി അവർ രണ്ടായി പിരിയുന്നു. സംഗീത സംവിധായകൻ എ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് അദ്ദേഹം പിരിയുന്നു. ഇതുപോലെ എത്രയോ ആൾക്കാർ അവർ പിരിഞ്ഞതിന് ശേഷവും അവർ വളരെ നല്ല സൗഹൃദങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് വരുന്ന നടൻ ശരത് കുമാർ, ഒരുപാട് പേരുണ്ട്. ഈ ഡിവോഴ്സ് ഒന്ന് കേൾക്കുന്ന അതോടുകൂടി ഒരു പെണ്ണിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. പെണ്ണോ ആയിക്കോട്ടെ, ആണായിക്കൊണ്ട് പോട്ടെ, ഒന്നും എൻ്റെ ഒന്നുമല്ല, പാർട്ട് ഓഫ് ലൈഫ്, ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. ഇതൊരു വലിയ സംഭവമായിട്ട് കാണുന്ന വളരെ കുറച്ച് പഴകിയ മനസ്ഥിതിയുള്ള ആൾക്കാർക്കുണ്ട്. അല്ലാതെ ഇതൊക്കെ
ഇടയിൽ നമ്മളൊരു കല്യാണം എന്നുള്ളൊരു കാര്യം ബോണ്ടിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരുണ്ടാവാം. എല്ലാവരും അങ്ങനെ ജീവിക്കണമെന്നൊന്നുമില്ല. അവർക്ക് രണ്ട് നമുക്കൊരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു പരിപാടി നമുക്ക് നിർത്താം, നമുക്ക് വീണ്ടും പഴയതുപോലെ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റായിരിക്കുന്നത്? എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. ഐ ഹംബ്ലി റിക്വസ്റ്റ് ദ മീഡിയ നോട്ട് ടു കാസ് അസ് എനി ഡിസ്കംഫർട്ട്. ഓക്കെ, അവരെ റിക്വസ്റ്റ് ചെയ്യണം മീഡിയാസിനോട് ഒരു നമ്മളെ ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിലേക്കുള്ള കാര്യം നിങ്ങൾ കാരണക്കാരാവരുത് എന്നുള്ള കാര്യം. ഐ എം കറൻ്റ്ലി ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് ഫേസ് ഡീലിംഗ് വിത്ത് ഡിപ്രഷൻ ആൻഡ് മെഡിക്കേഷൻ. ഈ ഡിപ്രഷൻ്റെ കാര്യത്തിനെ കുറിച്ച് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവരുടെ യൂട്യൂബ് ചാനലിൽ, അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ആ യൂട്യൂബ് ചാനലിനകത്ത് അവർ ഡിപ്രഷൻ സർവൈവ് ചെയ്തു എന്നുള്ളൊരു സംഭവം കൂടെ കണ്ടതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. കാരണം അല്ലാതെ ഇപ്പം ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. ഡിവോഴ്സ് എന്നുള്ള കാര്യം വലിയ ആനക്കാര്യമായിട്ട് ഞാൻ കാണുന്നൊന്നുമില്ല. അത് നിങ്ങളും അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കാണുന്ന പ്രേക്ഷകർ ആരും അങ്ങനെ കാണുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അവർ ഒരുപാട് സഫർ ചെയ്തു കേട്ടോ. അത് എനിക്ക് അവരുടെ ഒരു ജേണി കണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. I am currently going through a different phase dealing with depression and medication. Your kindness and understanding would mean a lot. അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കരുണയും ഇതൊക്കെയാണ് വേണ്ടത്. അവരെ ആക്രമിക്കാതെ കൊല്ലാക്കൊല ചെയ്യാതിരിക്കൂ എന്നുള്ള കാര്യം നിങ്ങളെ പണി നോക്കി പോകും. എന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ദയവായി അനുവദിക്കൂ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ അവസാനിപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ഇതുപോലെ മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന മാധ്യമങ്ങൾ അഴിഞ്ഞിടുന്ന ആദ്യം നിർത്തുക, ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ്. ബി സ്ട്രോങ്, സ്റ്റേ സ്ട്രോങ്, എല്ലാവരും മോർ പോസിറ്റീവ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം എല്ലാവരും ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നു. കുട്ടി എന്ന് വിളിക്കാനുള്ള പ്രായം തന്നെ വരുള്ളൂ തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല എന്നെക്കാട്ടിലൊക്കെ പ്രായം വരുള്ളൂ. അപ്പോൾ ചോദിക്കുന്നു, നിനക്ക് എത്ര വയസ്സാണെന്ന്? എനിക്ക് 41 ആണ്. വേണമെങ്കിൽ 1985 ഞാൻ ജനിച്ചത്. പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ അപ്പുറത്ത് ഇരിപ്പുണ്ട് വീട്ടിൽ, അമ്മ. അച്ഛനില്ല. അദ്ദേഹത്തിൻ്റെ വഴി നോക്കിയിട്ട് അദ്ദേഹം അങ്ങ് മുകളിലോട്ട് പോയിരിക്കുകയാണ്. നമുക്കൊരു ദിവസം അവിടെ പോകുമ്പോൾ കാണാം എന്തായാലും. അപ്പോൾ ഇതാണ്. അപ്പം ഗൗരി കൃഷ്ണ, ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇൻറ്റൻഷൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ കാര്യം, ഇതൊരു ഡിവോഴ്സ് എന്നുള്ള സംഭവം ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഇതിനകത്ത് ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇവരുടെ ഒരു മൈ ഡിപ്രഷൻ ജേണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ, അതുപോലെ തന്നെ ഞാൻ ഒരു സാധനം കണ്ടായിരുന്നു. അതിനകത്ത് ഇത് നോക്കണം. ഈ ഒരു വീഡിയോ ഇതെത്രയാണ്? ഇത് 1 ഇയറിന് മുമ്പെയാണ്. ഇത് 1 വർഷത്തിന് മുമ്പേ വന്ന ന്യൂസാണെന്നും കൂടെ ചിന്തിക്കണം. അതിൻ്റെ താഴത്തെ കമൻറ്റ് നോക്കണം. അതിനകത്ത് ഈ സ്ത്രീയെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തോ അത് നോക്കാം. വീഡിയോസിൽ മനോജറിനെ കാണുന്നില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജറിനെ കാണുന്നില്ല. മനോജറിന് ഒരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച്. പിന്നെ പറയുന്നത് ഇതിനകത്ത് ഒരു അൺവാണ്ടഡ് ഹെയ്റ്റ് അവർക്കെതിരെ ഞാൻ പല കമന്റ്സ് കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ 1 ഇയറിന് മുമ്പാണ്. 1 ഇയറിന് മുമ്പ് തന്നെ ഡിവോഴ്സ് വിവാദത്തിൽ പ്രതികരിച്ച് ഗൗരി കൃഷ്ണൻ എന്നാണ്. ഇത് 1 ഇയറിന് മുമ്പാണ് കേട്ടോ. 1 ഇയറിന് മുമ്പ്. ഇപ്പോഴാണ് അവർ ആ ഒരു സംഭവത്തിനെ കുറിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. 1 hourന് മുമ്പ് ഒരാളിട്ട കമൻറ്റ് ഡിവോഴ്സ് ആയി. ഇപ്പോൾ 2 hours മുമ്പ് ഒരാൾ ചിരിക്കുന്നു. ആയിക്കൊണ്ട് പോട്ടെ. 23 hours 23 മണിക്കൂറിന് മുമ്പ് ഇവരെക്കുറിച്ച് പറയുന്നൊരു കാര്യം, കല്യാണത്തിൻ്റെ അന്ന് കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ കുറേ വെട്ടുക്കിളികൾ കൂട്ടമായി വന്ന് എല്ലാവരും തെറി വിളിച്ചിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ കരുതിയിരുന്നു ഇതത്ര നീണ്ടുപോകില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ജഡ്ജ്മെൻറ്റ്. അതായത് നിങ്ങൾ ഇനി കുറച്ച് നാളൊക്കെ തന്നെ പോവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിച്ച് നാമാവശേഷമാവും എന്നൊക്കെ പറഞ്ഞ് ശപിച്ച് പണ്ടാറടങ്ങുന്ന പോലത്തെ ഒരു പരിപാടി അവരുടെ ലൈഫിൻ്റെ അകത്ത് ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരാണ് ജീവിച്ചത്. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ ആർക്കും നമുക്കറിയത്തില്ല. പിന്നെ കല്യാണ ദിവസത്തിൻ്റെ അകത്തുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചുറ്റും, ഞാൻ ആ ഒരു വീഡിയോ കണ്ടുള്ളൂ, ചുറ്റും നിറയെ മാധ്യമങ്ങളും മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു എനിക്കാണെങ്കിലും ക്യാമറ പിടിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ കൂട്ടം കൂടി കഴിക്കാൻ പറ്റത്തുള്ളൂ. അവർ മര്യാദയ്ക്ക് പറഞ്ഞു, നിങ്ങളിങ്ങനെ എന്നാൽ ഞങ്ങൾ എങ്ങനെ കഴിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അതൊക്കെ അഹങ്കാരമായിട്ടാണ് ആ കമൻറ്റ് ബോക്സ് മൊത്തം വെട്ടുക്കിളികൾ ഇവരെ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് കണ്ടത്. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇനി അടുത്ത് 1 day ago ഉള്ള കമൻറ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? അതായത് ഒരാളുടെ ലൈഫിൽ അവർ ഡിവോഴ്സ് ആയി എന്നുള്ളൊരു വാർത്ത കേട്ടതിന് ശേഷം താഴെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുടെ മനോഭാവത്തിന് നമ്മൾ നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? എന്തൊക്കെ പ്രഹസനം. ലാസ്റ്റ് പിന്നെ എന്താണ്
മൈൻഡാക്കില്ല, കുറച്ച് കഴിഞ്ഞ് സെപ്പറേറ്റ് എന്ന് നമ്മൾ കരുതാനും പറ്റില്ല. ഇപ്പോൾ എന്താ പറഞ്ഞ സെപ്പറേറ്റ്, ഇപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഇതൊക്കെ ആരായെന്നൊക്കെ ചോദിക്കുന്നു. എല്ലാവരും അവളെ കളിയാക്കുന്ന ഫോർ മന്ത്സ്. ഈ ഒരു കമൻറ്റ് ബോക്സ് തന്നെ ഇതിൻ്റെ ടോപ്പ് കമൻറ്റ്സ് മൊത്തം ഇദ്ദേഹത്തിൻ്റെ എതിരെയാണ്. പിന്നെ നിങ്ങളെ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയുമില്ല ഇവർക്ക്. സോ ഇതാ കാണാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നില്ല. ഏതോ സീരിയൽ എടുക്കുന്ന മനോജേട്ടൻ, നീ എന്നെ ബാഹുബലി ഡയറക്ടറാക്കിയോ, താങ്ക്സ്. നീ ആരാടി, നിങ്ങളെ കാണാൻ കൊതിയോടിരിക്കും. സോ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് 200ഓളം കമൻ്റ് ഉണ്ട്. ഇതിനകത്ത് ഒരെണ്ണം പോലും ഇദ്ദേഹത്തിന് സപ്പോർട്ട് 1-2 കാണുമായിരിക്കും. ബട്ട് റീസെൻ്റ്ലി ഈ ഡിവോഴ്സിൻ്റെ ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം ഇവരെ വന്നിരുന്നിട്ട് കൂട്ടത്തോടെ ഇങ്ങോട്ട് കൊല വിളിക്കുന്നുണ്ട്. ആ വിവാഹത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ പ്ലേ ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് നമുക്ക് ആവശ്യമുള്ള കാര്യമില്ല. കാരണം അത് അവരുടെ ലൈഫിൻ്റെ അകത്ത് കടന്നുപോയൊരു അധ്യായമാണ്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വേറൊരു വീഡിയോ ഉണ്ട്. എന്നതൊക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു പ്രൊജക്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറന്റ് വെയിറ്റിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ജസ്റ്റ് ഒരു ആസ്ക് മീ സംതിങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പൊ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് വന്നു. അതിൽ കുറച്ചൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-3 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം ഞാനിപ്പോ തരാം. ഫസ്റ്റ് എനിക്ക് വന്നതിൽ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനും എന്തുകൊണ്ടാണ് സീരിയൽ ഇപ്പൊ ചെയ്യാത്തതെന്നുള്ളതായിരുന്നു. ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ പേർപ്പസ്ഫുള്ളി ചെയ്യാതിരിക്കുന്നതല്ല. ആക്ച്വലി ലാസ്റ്റ് ചെയ്തത് എന്റെ സീരിയൽ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചെയ്തത് പൗർണമിതികളാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് സി കേരളത്തിൽ ചെയ്ത് അതായിരുന്നു ലാസ്റ്റ് നമ്മൾ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഞാനൊരു 18 ഇയേഴ്സിൽ തുടങ്ങിയതാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ ഞാൻ PG ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു 2 ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തത്. ആക്ച്വലി അത് പേർപ്പസ്ഫുള്ളി എടുത്തതാണ്. പിന്നെ ഒരു 2 ഇയേഴ്സ് കല്യാണം കഴിഞ്ഞ് അതിന്റെ കുറച്ച് തിരക്കുകൾ അങ്ങനെ പോയി. ഇപ്പം കറന്റ്ലി ഞാൻ തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കൺഫേം ആയിട്ടില്ല. മേ ബി ഒരു നല്ല പ്രോജക്റ്റ് വന്നാൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പക്ഷെ ഒരു കംബാക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടത്തണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, പുള്ളിക്കാരത്തി ഇപ്പോൾ സീരിയലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ 4 മന്ത്സിന് മുമ്പ് ഇവരെ കാണുമ്പോൾ ഞാൻ സീരിയസ്ലി എനിക്ക് ഈ പുള്ളിക്കാരത്തെ കണ്ടപ്പോൾ ആരെയോ ഫേസ് കമൻറ്റ് ഇപ്പോൾ കറക്റ്റ് അടി ശ്രേയ ഘോഷാലിൻ്റെ ഫേസ് കട്ട് കറക്റ്റാണ്. സീരിയസ്ലി എനിക്ക് ആക്ട്രസ് ഇത് അടുത്ത ആൾ ചന്ദ്രലക്ഷ്മിയാണ് ഓർമ്മ വരുന്നത്. ചന്ദ്രലക്ഷ്മി എനിക്കറിയില്ല ആരാണെന്ന്. ഓക്കെ, PG പഠിക്കാനല്ല PSC പരീക്ഷ പഠിക്കുകയാണെന്ന് ആൾ ഇത്രയും കാലം പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കയ്യിൽ നിന്ന് ചെറിയൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ മോന വെച്ച ചോദ്യങ്ങളാട്ടോ. ഒരു ഡിപ്രഷൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളൊക്കെ കഴിയുമെങ്കിൽ ഒന്ന് കാണണം. എന്നെ ഫീൽ ചെയ്തു. പക്ഷെ അത് അതിന്റെ തുടക്കമായിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല. ഇത് എനിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷന്റെ സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ തോന്നാത്തത് എന്നൊന്നും എനിക്കത് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം ഐ റിയലൈസ് അത് അതിന്റെ പാർട്ടായിരുന്നു ഞാൻ മാറിയിരുന്നത്. പക്ഷെ അവരെല്ലാരും വെച്ചാൽ അതുകൊണ്ടാണ്. പക്ഷെ വൺസ് കുറച്ച് പോയപ്പോഴത്തേക്കും അവർക്ക് തന്നെ മനസ്സിലായി കൈ നിൽക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് ആ സമയത്ത്. ഒട്ടും, അതായത് നമ്മൾ ജീവിക്കുന്നതിന് ഒരു പർപ്പസ് ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥ. ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. ചില സമയത്ത് നമ്മള് ഇപ്പം അതിന്റെ കുറച്ച് സിംറ്റംസ് ആണ്. ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ല, ചുമ്മാ സങ്കടം വരും, ചുമ്മാ കരയും, ചിലപ്പോ പെട്ടെന്ന് ഭയങ്കര സന്തോഷം വരും, ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് തന്നെ മനസ്സിലായിട്ട് ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു. കോട്ടയത്തുള്ള ഡോക്ടർ സുരേഷ് നയന എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെയാണ് ഞാൻ കാണിച്ചത്. ഇത് ഡിപ്രഷൻ അനുഭവിക്കുന്നു, ഡിപ്രഷൻ ഉള്ളവർക്ക് പോലും താനിപ്പോൾ ഡിപ്രഷനാണോ, മൂഡ് സ്വിങ്സ് ആണ്, അല്ലെങ്കിൽ ചെറിയ എല്ലാവർക്കും ഉണ്ടാകുന്ന ദേഷ്യം മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് ഡിപ്രഷൻ. എന്തെങ്കിലും അങ്ങനെ ഒരു തരത്തിലുണ്ടാകുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അവർ ആ ഒരു സ്ട്രെസ്സിലൂടെ കടന്നുപോയും അവർ വല്ലാത്ത ഡിപ്രഷനെ കുറിച്ച് ഒരിക്കലും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം അത് അനുഭവിക്കുന്നവർക്കല്ലാതെ ഒരാൾക്കും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കും മനസ്സിലാവത്തില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രമേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ബാക്കി ആരോടും പറഞ്ഞാൽ വിശ്വസിക്കത്തൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണെന്നൊക്കെ പറയും. വിഷമം, സങ്കടം അതൊന്നുമല്ല. ഡിപ്രഷൻ വേറെയാണ്. അതായത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു നൂല് കെട്ടിയിട്ട് അതിൽ കിടന്ന് പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നില്ലേ, അതിന് താഴെ കുറേ തീയും കൂടെ ഇട്ട് അതിനകത്ത് നിന്ന് തീ ഇങ്ങനെ വരികയും കൂടെ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് അവസ്ഥ. അതാണ് ഡിപ്രഷൻ. ഡിപ്രഷനെ കുറിച്ച് അതിൽ കുറച്ചൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഐ നോ വെരി വെൽ. അപ്പോൾ നിങ്ങളൊന്ന് കാണണം. ആ പുള്ളിക്കാരത്തിൽ ഏതാണ്ട് ഒരു 27 മിനിറ്റുള്ള ദൈർഘ്യമുള്ള വീഡിയോ ഗൗരി കൃഷ്ണൻ എന്ന് പറയുന്ന ആ ചാനലിനകത്ത് കിടപ്പുണ്ട്. സോ ഗൈസ്, ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയ വളരെ ലളിതമായ ചില കാര്യങ്ങൾ പറയാം. അവർ പ്രണയിച്ചായിരിക്കാം, വിവാഹം കഴിഞ്ഞു, അവരുടെ ലൈഫ് വളരെ ഹാപ്പിയായി പോയി,
അവർ നിൽക്കുന്ന മേഖല സെയിം ആണെങ്കിലും ഒരാളുടെ തിരക്ക് മറ്റൊരാൾക്ക് ചിലപ്പം അങ്ങനെ പലതും വരും. അപ്പോൾ സ്വന്തമായിട്ട് ഒരുമിച്ച് നമുക്ക് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനം ഒരു സ്ഥലം എത്തിയപ്പോൾ, ഒരു സമയം എത്തിയപ്പം അവർ തീരുമാനിച്ചു നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ബെറ്റർ ടു ലീവ്, സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ വരും. അപ്പം അവർ ഇപ്പോഴും ഈ പുള്ളിക്കാരത്തിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അവർ ഇന്നും ഇന്നലകളിലും പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ള 1 വർഷത്തിന് മുമ്പുള്ള വീഡിയോയ്ക്കും ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുത്തുകൊണ്ടെങ്കിലും വേണമെങ്കിൽ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന തൻ്റെ പങ്കാളിയായിരുന്ന അദ്ദേഹത്തിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലരൊക്കെ ശ്രമിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അവിടെ ഒന്നും പറയാതെ ഒരു റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ട് സംസാരിച്ച ഒരു ലേഡിയാണ്. അവരുടെ ലൈഫിൻ്റെ അകത്ത് നടക്കുന്ന കാര്യത്തിനെക്കുറിച്ച് പുറത്തു നിന്ന് ന്യൂസുകളിലൂടെ മാത്രം അറിഞ്ഞിട്ട് അവരെ കല്യാണത്തിൻ്റെ അന്ന് കാണിച്ചു കൂട്ടിയതെന്നൊക്കെ പറഞ്ഞ് പ്രഹസനം. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും കാണുന്ന മറ്റാൾക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസൈഡ് നമുക്ക് അറിയില്ല ഗൈസ്. പ്ലീസ് മനസ്സിലാക്കൂ, നമുക്കറിയില്ല. ഇവളന്ന് അങ്ങനെ കാണിച്ചതല്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ, കല്യാണം കഴിഞ്ഞിട്ടുള്ള നിങ്ങളിൽ എത്രയോ ആൾക്കാർ ചിലപ്പോൾ ഡിവോഴ്സുകളായിരിക്കും. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എത്രയോ ആൾക്കാർ ചിലപ്പോൾ വിധവകളായിരിക്കും, അതുപോലെ തന്നെ എന്താ പറയുക, വിഡോവറായിരിക്കും. അതായത് നിങ്ങൾക്ക് ഭാര്യ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലേ? കാമുകൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, കാമുകൻ ഇല്ലായിരുന്നിട്ടുണ്ടാവാം, അല്ലേ? പ്രണയം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, നശിച്ചിട്ടുണ്ടാവാം. നമ്മളെല്ലാവരും എന്ത് കാര്യം തുടങ്ങുന്ന സമയത്തും ഒരിക്കലും അതിൻ്റെ അവസാനത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് കല്യാണം എന്നുള്ള പരിപാടി നടക്കത്തില്ല, മറ്റൊരു തരം പരിപാടി നടക്കത്തില്ല. ഒന്നിൻ്റെ എൻഡ് മനസ്സിലാക്കിയിട്ടല്ല ഒരാളും ഒന്നും തുടങ്ങുന്നത്. ബിസിനസ്സുകാർ എല്ലാ ബിസിനസ്സും തുടങ്ങുന്നതിനെ കുറിച്ച് അതിന് 100 നെഗറ്റീവ് ചിന്തിച്ച് ഇന്ന് ലോകത്ത് മൈക്രോസോഫ്റ്റ് ഉണ്ടാകത്തില്ല, ആപ്പിളും ഉണ്ടാകത്തില്ല, ഗൂഗിളും ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. സോ എല്ലാവരും പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് ഓരോ ജീവിതങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ അതിന് ശേഷം അത് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ബിസിനസ്സുകളിൽ സംഭവിക്കുന്നത് പോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത ചില അതിഥികൾ ലൈഫിലേക്ക് കടന്നു വരും. അത് നമ്മുടെ ജീവിതത്തിന് ചിലപ്പോൾ വാർന്നെടുക്കും. അത് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ജീവഹാനിയെക്കാട്ടിലും അന്തർസംഘർഷം കൊണ്ട് മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് രണ്ട് വഴിക്ക് പോകുന്നത്. അതിനൊരു മാന്യതയില്ലേ? 2 ജീവിതങ്ങൾ വീണ്ടും തുറന്നു കിടക്കുകയാണ്. അവർക്ക് എങ്ങനെ വേണം ചൂസ് ചെയ്യാം, അടുത്ത ലൈഫ് എങ്ങനെ വേണം ഒഴുക്കാം, അല്ലേ? അങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു സംഭവം ട്രിഗർ ആക്കിയിട്ടുള്ളത് എന്തൊക്കെയോ തരത്തിൽ ഇവർക്കെതിരെ റൂമറുകളോ എന്തെങ്കിലും അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പ്രചരിച്ചിട്ടുണ്ടാവാം. കുറേ മാസങ്ങൾ കൊണ്ട് അവരുടെ ഡിപ്രഷൻ്റെ ഒരു സെറ്റപ്പ് ജേണിയൊക്കെ അവരിട്ടേക്കുന്ന സമയത്ത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനിത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ റീഡിങ് ശരിയല്ല എങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ആണ് അവരെക്കുറിച്ച് മോശം ഒരു കാരണവശാലും പ്ലീസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവരെക്കുറിച്ചോ ഇവരുടെ ഹസ്ബൻഡിനെ കുറിച്ചോ ദയവായി എഴുതരുത്. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് കാണുന്ന ഒരു സുഹൃത്തുക്കളും ഈ ഒരു വേദന അനുഭവിക്കുന്ന ഒരാളെക്കുറിച്ച് മോശമായ ഒരു വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാൻ ഇടവരുത്തരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുടെ കൂടെയാണോ നിങ്ങൾ നിൽക്കുന്നത്, അതോ നിങ്ങൾ അവരെ അകലെ നിന്ന് ചിരിച്ച് പരിഹസിക്കുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നടന്നിട്ടില്ലയോ? പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിൽ നടന്ന കാര്യത്തിനെക്കുറിച്ച് ഇക്കാര്യത്തിലൊക്കെ നമ്മൾ അഭിപ്രായം പറയുന്നത് സൂക്ഷിച്ച് വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുന്ന ബൈ.